ഹായ് ഓൾ, വെൽക്കം ടു ഒക്കാപ്സ്പീഡിയ. ഇന്ന് നടന്ന ഫസ്റ്റ് സ്റ്റേജ് ക്ലിംസ് എക്സാമിൻ്റെ സയൻസിലെ ചോദ്യങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഓക്കെ, ബയോടെക്നോളജി, ബയോ വെൻഡിങ്, ബയോ സ്പാർജിങ്, ബയോ റെമഡിയേഷൻ. ഏതാണെന്നറിയാമോ? അതായത് ഇപ്പം നമ്മൾ ഈ നമ്മുടെ ഓഷൻസ് അല്ലെങ്കിൽ സമുദ്രങ്ങളിലൊക്കെ ഈ എണ്ണ വീണിട്ട് മലിനമാക്കപ്പെടില്ലേ? ആ മലിനമാക്കപ്പെട്ട ആ ഒരു കാര്യത്തെ മാറ്റാൻ വേണ്ടി, ആ എണ്ണയെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, വെള്ളത്തിൽ നിന്ന്. അതുപോലെ നമ്മുടെ സീവേജ് വാട്ടർ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, വേസ്റ്റ് വെള്ളത്തിനകത്ത് ആ വേസ്റ്റ് വെള്ളത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള മാലിന്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് സൂക്ഷ്മജീവികളെയും മറ്റുമൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ ക്ലീൻ ചെയ്യാറുണ്ട്. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ, വ്യവസായങ്ങളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന വെള്ളത്തിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് നമ്മൾ ശുദ്ധമായിട്ട് എടുക്കാറുണ്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. കുടിക്കാനല്ല, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനൊക്കെ നമ്മൾ സൂക്ഷ്മജീവികളെയും അതേപോലെ തന്നെ സസ്യങ്ങളെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ബയോ റെമഡിയേഷൻ. ഓക്കെ, ബയോ റെമഡിയേഷൻ, ബയോ റെമഡിയേഷൻ. ഓക്കെ, ബയോ റെമഡിയേഷൻ. നെക്സ്റ്റ്, ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ SSCRT-ക്കകത്ത് പഠിച്ചിട്ടുള്ളതാണ്. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക പയറിന്റെ ഇനങ്ങളാണ്, പയറിന്റെ ഇനങ്ങളാണ്. അടുത്തത്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഓക്കെ, 4 പ്രസ്താവനകൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒന്നാമത്തത്, കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. ശരിയോ തെറ്റോ? കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലാണ് ധമനികൾ. നമ്മുടെ ശരീരത്തിൽ എത്ര തരത്തിൽ രക്തക്കുഴലുകളുണ്ട്? ബ്ലഡ് വെസൽസ് 3 തരത്തിലുണ്ട്: ധമനി, സിര, ലോമിക, അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അടുത്തത്, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്നതുമായ രക്തക്കുഴലുകളാണ് സിരകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിരകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. ഓപ്ഷൻ സി, കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമായ രക്തക്കുഴലുകളാണ് ലോമികകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. നാലാമത്തത്, അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറഞ്ഞിരിക്കുന്നു. പോർട്ടൽ സിരകൾ. ഓക്കെ, പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ 3 തരത്തിലെ രക്തക്കുഴലുകളാണ് ഉള്ളത്. ദേണ്ട ഈ ചിത്രത്തിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്: ധമനി, ലോമിക, സിര. ഈ ധമനിയെയും ലോമികയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ നേർത്ത കുഴലുകളാണ് ലോമികകൾ അല്ലെങ്കിൽ കാപ്പിലാരിറ്റീസ് എന്ന് പറയുന്നത്. ധമനിയെയും സിരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലോമിക, കാപ്പിലറി. കട്ടി കൂടിയ ഇലാസ്തികതയുള്ള ഭിത്തി, രക്തം ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലും ഒഴുകുന്നു, ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് ഒഴുക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തത്തെ പമ്പ് ചെയ്യുന്നതാണ് ആര്? പമ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ആ ഒരാളാണ് ധമനി എന്ന് പറയുന്നത്, ആർട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനിയാണ്, അയോർട്ടയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതിൽ നിന്ന് പല പല ധമനികളായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്നതാണ് ധമനികൾ അല്ലെങ്കിൽ ആർട്ടറികൾ. ഉയർന്ന മർദ്ദത്തിലും വേഗത്തിലുമാണ് രക്തം അതിനകത്തൂടെ ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ ധമനിയുടെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്ന രക്തക്കുഴലുമാണ് ധമനികൾ എന്ന് പറയുന്നു. അപ്പൊ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണല്ലോ. അപ്പൊ എ എന്നുള്ളത് ശരിയാണ് അല്ലെ? എ ശരിയാണ്, എ ശരിയാണ്. അടുത്തത്, ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ള ഭിത്തി, ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിൽ ഒഴുകുന്നു. സിരയെയും ധമനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമിക എന്ന് പറയുന്നത്. അപ്പൊ അതിന് വളരെ ഒറ്റ നിര കോശം മാത്രമേ ഉള്ളൂ, കട്ടിയൊന്നുമില്ല, വെറും ഒരൊറ്റ നിര കോശം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, രക്തം വളരെ പതുക്കെ സാവധാനത്തിൽ കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലുമാണ് ഒഴുകുന്നത്, ലോമികയിലാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒറ്റനിര കോശങ്ങൾ മാത്രമുള്ളതും കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും രക്തം ഒഴുകുന്ന രക്തക്കുഴലുകൾ സിരകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി തെറ്റല്ലേ? ബി തെറ്റാണ്, ബി തെറ്റാണ്, ബി തെറ്റ്. അങ്ങനെയല്ല, അത് സിരയല്ല, അത് ലോമികയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ, കട്ടി കുറഞ്ഞ ഭിത്തിയുള്ളതും വാൽവുകൾ കാണപ്പെടുന്നതും ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നതുമാണ് ലോമിക എന്ന് പറയുന്നു. അപ്പൊ അതും തെറ്റല്ലേ? സിയും തെറ്റല്ലേ? സിര എന്താണ് പ്രത്യേകത? കട്ടി കുറഞ്ഞ ഭിത്തിയാണ്, രക്തം കുറഞ്ഞ മർദ്ദത്തിലും വേഗത്തിലും തന്നെയാണ് ഒഴുകുന്നത്. പക്ഷെ അവിടെ വാൽവുകളുണ്ട്, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത്, ഹൃദയത്തിലേക്ക് രക്തത്തെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് സിരകളാണ്. ഹൃദയത്തിലേക്ക് രക്തത്തെ എത്തിക്കുന്നത് സിരകളും ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് ധമനികളുമാണ്. അപ്പൊ അവിടെ തെറ്റായിട്ടാണല്ലോ കൊടുത്തിരിക്കുന്നത്.
ആ ഇനി വാൽവുകൾ കാണപ്പെടുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് സിരയുടെ കേസിൽ കേട്ടോ. അപ്പൊ അത് തെറ്റാണ്. ഇനി അടുത്ത അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ എന്ന് പറയുന്നു. അത് ശരിയാണ്. പോർട്ടൽ സിരകൾ ഇപ്പൊ നമ്മള് കരളും അല്ലെങ്കിൽ ആ ഒരു കുടലും കരളും തമ്മിലുള്ള ഒരു ആ രണ്ട് അവയവങ്ങൾ, ഏതെങ്കിലും രണ്ട് അവയവങ്ങൾക്കിടയിൽ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തത്തെ എത്തിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ അവിടെ രക്തത്തെ എത്തിക്കുന്ന സിരകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സിരകൾ. ഓക്കെ, ഹെപ്പാറ്റിക് പോർട്ടൽ വ്യവസ്ഥ എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പോർട്ടൽ സിരകൾ ഒരു അവയവത്തിൽ നിന്ന് മറ്റൊരു അവയവത്തിലേക്ക് രക്തത്തെ എത്തിക്കുന്ന ആൾക്കാരാണ്. അത് ശരിയാണ്. അപ്പൊ എയും ഡിയും ആണ് ശരി. എയും ഡിയും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എയും ഡിയും ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്, മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? കാൽഷ്യത്തിന്റെ ആഗിരണം ഏതാണ്? വൈറ്റമിൻ ഡി ആണ് അല്ലെ? വിറ്റാമിൻ ഡി ആണ്. സൺഷൈൻ വിറ്റാമിൻ വൈറ്റമിൻ ഡി ആണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് വിറ്റാമിൻ സി ആണ്. ഡോട്ട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? സ്ഥിരം ചോദ്യമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. ഏതാ? ക്ഷയം അല്ലെ? ഡോട്ട്സ് എന്ന് പറയുന്നത് ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതിയാണ് ഡോട്ട്സ്. ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് ഷോർട്ട് കോഴ്സ്. ഓക്കെ, അതാണ് ഡോട്ട്സിന്റെ പൂർണ്ണ രൂപം. ക്ഷയരോഗത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സാ രീതിയാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. ക്ഷയരോഗം. രോഗങ്ങളെ പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ളതുമായ ടിഷ്യൂ മാതൃകകളാണ് ഡാഷ്. നല്ല ചോദ്യമാണ്. മൈക്രോ ഓർഗൻ, വിത്തുകോശം, സ്ഫിറോയിഡ്, ഓർഗനോയിഡ്. ഇതെന്താ സംഭവം എന്നറിയോ? നമുക്ക് ഒരു അവയവത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനും ആ അവയവത്തിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും ആ അവയവത്തിന്റെ അതിനെ ബാധിക്കാവുന്ന രോഗങ്ങളെ കുറിച്ചും ഒക്കെ പൂർണ്ണമായിട്ട് പഠിക്കാൻ വേണ്ടി ഓർഗൻസിന്റെ, നമ്മുടെ ശരീരത്തിലുള്ള പല പല ഓർഗൻസിന്റെ ഒരു ചെറിയ രൂപം, ചെറിയ മിനിയേച്ചർ ആയിട്ടുള്ള 3D ഫോമില് ഒരു ചെറിയൊരു ഡിഷിനകത്ത് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇപ്പൊ ബ്രെയിൻ ഒക്കെ ആണെങ്കിൽ ഒരു ചെറിയൊരു ഡിഷിനകത്ത് ബ്രെയിനിനെ ഇങ്ങനെ വളർത്തിയെടുത്ത് അത് നമ്മുടെ മനുഷ്യന്റെ ബ്രെയിനിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഒരു ചെറിയ രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ടിഷ്യൂ മാതൃകകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. 3D ഫോമിലുള്ള മാതൃകകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേര് ഓർഗനോയിഡ് എന്നാണ്. ഓർഗനോയിഡ്. വിത്തുകോശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. സ്റ്റെം സെൽസ്. ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള കോശങ്ങളെയാണ് വിത്തുകോശം എന്ന് പറയുന്നത്. ഈ ഓർഗനോയിഡ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് വിത്തുകോശത്തിനെയാണ്. ഒരു വിത്തുകോശത്തിനെ എടുത്തിട്ട് അതിനെ വളർത്തുന്നു. അതിനെ നമ്മൾ ലബോറട്ടറി സാഹചര്യത്തിൽ വളർത്തിക്കൊണ്ട് നമുക്ക് ആ ഇപ്പം ബ്രെയിൻ ആണെങ്കിൽ ആ ബ്രെയിനെ പോലെ നമ്മൾ ആ ബ്രെയിനിന്റെ ഒരു ചെറിയൊരു രൂപം നമ്മൾ വളർത്തി ബ്രെയിനിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഒരു ചെറിയ ബ്രെയിൻ, ഒരു കുട്ടി ബ്രെയിൻ നമ്മൾ ലബോറട്ടറിയിൽ ഉണ്ടാക്കി വെക്കുന്നു. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ആ രോഗങ്ങളെക്കുറിച്ചും ആ അവയവത്തെക്കുറിച്ചും കൂടുതലായിട്ട് പഠിക്കുന്നു. ഓർഗനോയിഡ് എന്നാണ് അതിന്റെ പേര്. ഓർഗനോയിഡ്. അടുത്തതും സ്ഥിരം ചോദ്യമാണ്. കണ്ടൽ കാടുകൾക്കിടയിലെ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? എല്ലാവർക്കും അറിയാലോ, കല്ലൈൻ പൊക്കുടന്റെ ആത്മകഥയാണ്. കണ്ടൽ കാടുകളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കല്ലൈൻ പൊക്കുടൻ. അടുത്ത്, മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? ഇതും ഒരു സ്ഥിരം ചോദ്യമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെ, അല്ലെങ്കിൽ ജൈവ ഘടികാരം, ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന സാധനം ഏതാണ്? പീനിയൽ ഗ്രന്ഥി അല്ലെ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന സാധനം പീനിയൽ ഗ്ലാൻഡ് ആണ്. ആ ഒരു പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു ഹോർമോണിന്റെ പേര് മെലാറ്റോണിൻ. ഉറങ്ങാൻ സഹായിക്കുന്ന ആ ഒരു ഹോർമോൺ ആണ് മെലാറ്റോണിൻ. രാത്രി കാലത്ത് മെലാറ്റോണിന്റെ അളവ് കൂടുതലായിരിക്കും, പകൽ സമയത്ത് മെലാറ്റോണിന്റെ അളവ് കുറവായിരിക്കും. ഇനി ഈ ഒരു മെലാറ്റോണിൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സമയം നമ്മുടെ ദൈനംദിന ക്രമം കറക്റ്റ് ആയിട്ട് പാലിക്കപ്പെടും. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഉണരുന്ന ഒരാൾക്ക് അലാറത്തിന്റെ ആവശ്യമില്ല. കറക്റ്റ് ആ സമയമാകുമ്പോൾ ഉണരാൻ തോന്നും. കൃത്യസമയത്ത് ഉറങ്ങുന്ന ഒരാൾക്ക് ആ സമയമാകുമ്പോൾ ഉറങ്ങാനായിട്ടും തോന്നും. അപ്പോൾ അത് ബയോളജിക്കൽ ക്ലോക്കിന്റെ പ്രവർത്തനം കൊണ്ടാണ്, പീനിയൽ ഗ്ലാൻഡിന്റെ പ്രവർത്തനം കൊണ്ടാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം. വായു മലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണെന്നറിയാമോ? അത് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ലൈക്കൻസ് ആണ്, ലൈക്കനുകളാണ്. ആസിഡ്സിന്റെ കൂട്ടത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ലൈക്കനുകൾ. വായു മലിനീകരണത്തിന്റെ ജൈവ സൂചകം എന്നറിയപ്പെടുന്നത് ലൈക്കൻസ് ആണ്. ആൽഗയുടെയും ഫംഗസിന്റെയും ഒരു അസോസിയേഷൻ ആണ് ലൈക്കൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിറ്റ്മസ് പേപ്പർ നിർമ്മിക്കുന്നത് ലൈക്കൻസിൽ നിന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ?
അപ്പോൾ വായു മലിനീകരണം ഒരുപാടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം ഒത്തിരിയുള്ള സ്ഥലങ്ങളിൽ ഈ ലൈക്കൻസ് വളരുകയില്ല, ലൈക്കൻസ് വളരത്തില്ല. ഓക്കെ, ലൈക്കൻസ് വളരില്ല, ലൈക്കൻസിന്റെ അളവ് കുറവായിരിക്കും. നന്നായിട്ടൊരു സ്ഥലത്ത് ലൈക്കൻസ് വളരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വായു മലിനീകരണം അല്ലെങ്കിൽ സൾഫർ ഡൈ ഓക്സൈഡിന്റെ കണ്ടന്റ് കുറവെന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ്, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മികച്ച ഇനം വിത്തുകൾ, പ്രസ്താവനയാണ്. മികച്ച ഇനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. ശരിയാണല്ലോ, കൃത്രിമ പരാഗണം നടത്താറില്ലേ? ഉണ്ട്. കാരണമായിട്ട് കൊടുത്തിരിക്കുന്നത് ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിന്റെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണോ? ആൺപൂവും പെൺപൂവും ഉണ്ട്, അല്ലെങ്കിൽ ചില സസ്യങ്ങളിൽ ആൺഭാഗവും പെൺഭാഗവും ഒരേ പൂവിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതില് പരാഗരേണുക്കൾ, പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പരാഗരേണുക്കൾ ഈ പെൺപൂവിലേക്ക് വന്ന് വീഴുന്നിട്ടാണ് പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ ഈ തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ് എന്ന് പറയുന്നത് പെൺപൂവിന്റെ ഭാഗമാണോ? തന്തുകം അല്ലെങ്കിൽ ഫിലമെന്റ് അല്ല, അത് ആൺപൂവിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ ഈ പരാഗരേണുക്കൾ വന്ന് വീഴേണ്ടത് പരാഗണ സ്ഥലത്താണ്. ഓക്കെ, പരാഗണ സ്ഥലം എന്ന് പറയുന്ന പെൺപൂവിന്റെ ഭാഗത്തിലേക്കാണ് ഈ പറയുന്ന പരാഗരേണുക്കൾ വന്ന് വീഴേണ്ട. പരാഗണ സ്ഥലത്തിലേക്ക് പതിക്കണം, പരാഗണ സ്ഥലത്തിലേക്കാണ് വരേണ്ടത്. നോക്കിയോ, പരാഗണം, പോളിനേഷൻ. പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. കേസരത്തിലെ പരാഗിയിൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നു. പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ഇത് സ്ത്രീ ലൈംഗിക അവയവമായ ജനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ പരാഗണം എന്ന് വിളിക്കുന്നത്. പരാഗണ സ്ഥലം. അപ്പൊ ഈ പരാഗരേണുക്കൾ വന്ന് വീഴേണ്ടത്, ആൺപൂവിലുള്ള പരാഗരേണുക്കൾ വന്ന് വീഴേണ്ടത് പെൺപൂവിലുള്ള പരാഗണ സ്ഥലത്താണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. പല രീതിയിൽ ഇത് വന്ന് വീഴാറുണ്ടല്ലോ. നമുക്ക് പക്ഷികളിലൂടെ അല്ലെങ്കിൽ ജന്തുക്കളിലൂടെ, കാറ്റ്, ഇതൊക്കെ തന്നെ പരാഗണത്തെ സഹായിക്കുന്നുണ്ട്. ഷഡ്പദങ്ങളും എന്ത് ചെയ്യാറുണ്ട്? ഷഡ്പദങ്ങളും പരാഗണത്തിനെ സഹായിക്കാറുണ്ട്. വണ്ടും തേനീച്ച, നമ്മുടെ പൂമ്പാറ്റയൊക്കെ സഹായിക്കാറില്ലേ? അത് വന്നിരിക്കുമ്പോൾ അങ്ങനെ പോകും. ഇനി അതല്ലാതെ നമ്മൾ കൃത്രിമമായിട്ട് ഒരു പൂവിൽ നിന്നുള്ള പരാഗരേണുക്കളെ കൃത്രിമമായിട്ട് എടുത്ത് ഒരു എന്താണ് അനുയോജ്യമായിട്ടുള്ള പെൺപൂവിന്റെ പരാഗണ സ്ഥലത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ കാരണം തെറ്റല്ലേ? കാരണം തെറ്റാണ്. പ്രസ്താവന ശരിയാണ്, പക്ഷെ കാരണം തെറ്റാണ്. അപ്പൊ എ ശരിയാണ്, 6 തെറ്റാണ്. ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ആവൃത്തിയിലുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ മനുഷ്യന്റെ റേഞ്ച് എല്ലാവർക്കും അറിയാം, നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി പ്രാവശ്യം പഠിച്ചിട്ടുള്ളതാണ്. 20 ഹെഡ്സ് തൊട്ട് 20,000 ഹെഡ്സ് വരെ, അല്ലെങ്കിൽ 20 ഹെഡ്സ് തൊട്ട് 20 കിലോ ഹെഡ്സ് വരെ എന്ന് പറയാം, അല്ലെ? 20 കിലോ ഹെഡ്സ് വരെ എന്ന് പറയാം. അപ്പൊ 5 ഹെഡ്സ് കേൾക്കാൻ പറ്റുമോ? ഇല്ല. 20 ഹെഡ്സ് തൊട്ടല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 ഹെഡ്സ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ താഴേക്കുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നല്ലേ വിളിച്ചേ? ആ ഇൻഫ്രാസോണിക് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. മേലിലോട്ടുള്ള സൗണ്ടിനെ അൾട്രാസോണിക് എന്നാണ് വിളിച്ചത്, അതും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ 5 ഹെഡ്സ് കേൾക്കാൻ പറ്റൂല. അടുത്ത് 2000 ഹെഡ്സ് കേൾക്കാൻ പറ്റുമോ? 2000 ഹെഡ്സ് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണോ 2000 ഹെഡ്സ്? തീർച്ചയായിട്ടും ആണല്ലോ. അത് കേൾക്കാൻ പറ്റും. 200 കിലോ ഹെഡ്സ്, 200 എന്ന് കാണുമ്പോൾ പറ്റുമെന്ന് വിചാരിക്കും. 200 കിലോ ഹെഡ്സ് ആണ് ചോദിച്ചേക്കുന്നത്. കിലോ ഹെഡ്സ് പറയുമ്പോൾ 20 കിലോ ഹെഡ്സ് വരെ കേൾക്കാൻ പറ്റും. 20 കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. 20,000 ഹെഡ്സിനെയാണ് നമ്മൾ 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞു, ശരിയല്ലേ? അപ്പൊ 200 കിലോ ഹെഡ്സ് കേൾക്കാൻ പറ്റുമോ? പറ്റില്ല. ഇനി അടുത്തത് 2000 കിലോ ഹെഡ്സ് ആണ്. 2000 കിലോ ഹെഡ്സ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല, 2000 കിലോ ഹെഡ്സും കേൾക്കാൻ പറ്റില്ല. അപ്പൊ ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ബി ആണ്. 2000 ഹെഡ്സ് എന്നുള്ളതാണ് ആൻസർ. നമ്മൾ സ്ഥിരമായി കാണുന്ന ചോദ്യം തന്നെ, ആ സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യത്തിനെ ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. വേറൊരു രീതിയിൽ ചോദിച്ചു എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ. C12, C13, C14 എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബണിന്റെ ഐസോടോപ്പ് ഏത്? സാധാരണ കാർബൺ ഏതാണ്? കാർബണിന്റെ സാധാരണ ഐസോടോപ്പ് ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ളത് അതിനായിരിക്കുമല്ലോ. അത് ഏത് ഐസോടോപ്പാണ്? C12 ആണ് അല്ലെ? C12 അല്ലേ? C12 നമ്മൾ എപ്പോഴും കാണുന്ന കാർബണിന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത് C12 ആണ്. ഏറ്റവും സ്ഥിരതയുള്ളത് C12 ഹൈഡ്രജനിൽ 3 ഐസോടോപ്പ് ഉണ്ടല്ലോ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന, ഏറ്റവും കൂടുതൽ ലഭ്യതയുള്ളത് ഏതാണ്? പ്രോട്ടിയമാണ്, സാധാരണ കാണുന്ന ഹൈഡ്രജൻ. അതുപോലെ തന്നെയാണ് ഇത് സാധാരണ കാണുന്ന കാർബൺ C12. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്നത് C14 ആണ്, ഫോസിലിന്റെ ഒക്കെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട്.
ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? ഇത് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അനേകം ചെറിയ തന്മാത്രകൾ ചേർന്നുണ്ടാകുന്ന ഒരു വലിയ തന്മാത്രയാണ് നമ്മൾ പോളിമർ എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള പോളിമറുകളും ഉണ്ട്, അതുപോലെ മനുഷ്യനിർമ്മിതമായ പോളിമറുകളും ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പോളിത്തീൻ, സെല്ലുലോസ്, നൈലോൺ, ബേഗ്ലൈറ്റ്. ഏതാ? കാണുമ്പോൾ തന്നെ അറിയാം, സെല്ലുലോസ് ആണ് അല്ലേ? സെല്ലുലോസ് സസ്യങ്ങളിലൊക്കെ കാണുന്ന സെല്ലുലോസ് ആണ് പ്രകൃതിദത്തമായിട്ടുള്ള പോളിമർ. ഒത്തിരി ഉണ്ട്. നമ്മുടെ പ്രോട്ടീനൊക്കെ പോളിമറാണ്. അമിനോ ആസിഡുകൾ കൂടി ചേർന്നിട്ടാണ് പ്രോട്ടീനൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഗ്ലൂക്കോസിന്റെ തന്മാത്രകൾ കൂടി ചേർന്ന് അന്നജം ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ പ്രകൃതിദത്തമായിട്ടുള്ള പോളിമേഴ്സ് ആണ്. അതിലൊരു എക്സാമ്പിൾ ആണ് സെല്ലുലോസ്. ബാക്കിയൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ബേഗ്ലൈറ്റ് ആദ്യത്തെ കൃത്രിമ പോളിമർ ആണ്. ബേഗ്ലൈറ്റ് ഓർമ്മ വേണം. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഡാഷ്. ഖരവസ്തുവിനെ നമ്മൾ ചൂടാക്കുമ്പോൾ, നമ്മൾ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഖരവസ്തുവിനെ ചൂടാക്കുമ്പോൾ അത് ദ്രാവകമായിട്ട് മാറിയിട്ട് പിന്നീട് വാതകമായിട്ട് മാറുന്നതാണ് സാധാരണ രീതി എന്ന് പറയുന്നത്. പക്ഷെ നേരിട്ട് ഖരം വാതകമായിട്ട് മാറുന്ന പ്രക്രിയ, കർപ്പൂരം, പാറ്റ ഗുളികയൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് വാതകമായിട്ട് മാറുന്ന ഉത്പതനമാണ് സബ്ലിമേഷൻ. ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ. ഇനി തിരിച്ച് വാതകം തിരിച്ച് ഖരമായിട്ട് മാറുന്ന പ്രക്രിയ എന്താണ്? വാതകം തിരിച്ച് ഖരമായിട്ട് മാറുന്നത് അത് നിക്ഷേപമാണ്. ഓക്കെ, നിക്ഷേപം, നിക്ഷേപം, നിക്ഷേപം. വാതകം തിരിച്ച് ഖരമായിട്ട് മാറുന്നത് നിക്ഷേപം. ദെൻ ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലാത്തത് ഏതാണ്? ഉത്കൃഷ്ടവാതകങ്ങളിൽ പെടാത്തത് ക്രിപ്റ്റോൺ, ആർഗൺ, സിലിക്കൺ, നിയോൺ. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിള് നിങ്ങൾ റൂമിൽ ഒട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരിയോഡിക് ടേബിൾ ഒട്ടിച്ചു വെക്കുകയോ നിങ്ങളെ കയ്യിൽ വെച്ചിരിക്കുകയോ ചെയ്യണം. അതിന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18ാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് നമ്മുടെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. ഹീലിയം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓഗനസൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേത് വരില്ല? സിലിക്കൺ മാത്രം വരത്തില്ല. സിലിക്കൺ ഒരു ഉപലോഹമാണ്. സിലിക്കൺ ഉപലോഹമാണ്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? നമ്മൾ അയിരുകളും ധാതുക്കളും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. വീണ്ടും ദേണ്ട ആവർത്തിച്ചിരിക്കുന്നു. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ സിങ്ക്. ഒരു സംശയം വേണ്ട, കലാമിൻ സിങ്ക്. പവറിന്റെ SI യൂണിറ്റ് വാട്ടാണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. ഒരു കുതിരശക്തി എത്ര വാട്ടാണ്? 746 വാട്ട്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറഞ്ഞാൽ 746 വാട്ട്. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇത് ചിലപ്പം ചിലരെങ്കിലും അയ്യോ ഇതിപ്പോ എങ്ങനെ ചെയ്യും, ഇത് പറഞ്ഞുവിടല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ്. വെറുതെ ഒന്ന് ചിന്തിച്ചാൽ കിട്ടുന്ന ആൻസർ ആണിത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് പറയുമ്പോൾ എത്രാമത്തെ ഗ്രൂപ്പാടാ? സെക്കൻഡ് ഗ്രൂപ്പ് അല്ലേ? സെക്കൻഡ് ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലേ ആൽക്കലൈൻ എർത്ത് ലോഹം എന്ന് പറയുന്നത്? ആണല്ലോ. ബേറിയം, റേഡിയം, ബെർലിയം, കാൽഷ്യം. ഇതില് അറ്റോമിക മാസ് ഏറ്റവും കൂടിയത് ആർക്കാണെന്നാണ് ചോദ്യം. ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ അറ്റോമിക് നമ്പർ ഇങ്ങനെ കൂടിക്കൂടി വരും, അതിന്റെ വലിപ്പം ഇങ്ങനെ കൂടിക്കൂടി വരും. അതിനനുസരിച്ച് അറ്റോമിക മാസും കൂടുമല്ലോ. കാരണം പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം കൂടിക്കൂടി വരുന്നു ഒരു ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ, അല്ലേ? ഇപ്പൊ ഗ്രൂപ്പിൽ താഴേക്ക് വരുമ്പോൾ എല്ലാത്തിന്റെ എണ്ണം കൂടുന്നു. അറ്റോമിക മാസ് ഉറപ്പായിട്ടും എന്ത് ചെയ്യും? അറ്റോമിക മാസ് ഉറപ്പായിട്ടും കൂടും. ഇത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആലോചിച്ച് കഴിഞ്ഞാൽ ദേണ്ട രണ്ടാമത്തെ ആ ഒരു ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. റേഡിയം ദേണ്ട അവസാനത്തെ മൂലകമാണ്. അപ്പൊ ഗ്രൂപ്പിൽ ഇങ്ങനെ താഴോട്ട് വരുന്നതിനനുസരിച്ച് അതിന്റെ മാസ് കൂടി വരികയാണ്. അപ്പൊ ഏറ്റവും താഴത്ത് കിടക്കുന്ന ആൾക്കായിരിക്കില്ലേ മാസ് വളരെ കൂടുതൽ ആയിരിക്കില്ലേ? ആയിരിക്കും. അപ്പൊ ആർക്കായിരിക്കും അറ്റോമിക മാസ് ഏറ്റവും കൂടുതൽ? അറ്റോമിക മാസ് ഏറ്റവും കൂടുതൽ റേഡിയത്തിനാണ്. അറ്റോമിക മാസ് ഏറ്റവും കൂടുതൽ റേഡിയം. ഓക്കെ, ശരി. അപ്പൊ അത് ഓർത്തു വെക്കുക കേട്ടോ. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജം ഏതാണ്? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാ? സ്ഥിതികോർജം, MgH അല്ലെ? ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജം എന്ന് പറയുന്നത് ഗതികോർജമാണ്. സ്ഥാനം കൊണ്ട് ഒരു വസ്തുവിന് കിട്ടുന്ന ഊർജം എന്ന് പറയുന്നത് സ്ഥിതികോർജമാണ്. MgH ആണ് സ്ഥിതികോർജം. എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ്? കെമിക്കൽ എനർജിയാണ്, രാസോർജമാണ് എല്ലാ വസ്തുക്കളിലും അടങ്ങിയിരിക്കുന്ന. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികമാകുന്ന താപനില ഏതാണ്? ഇത് വളരെ വളരെ വിശദമായിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പൊ ഈ 4 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ജലത്തിന്റെ സാന്ദ്രത കുറയാൻ തുടങ്ങും. അതിനേക്കാളും നമ്മൾ താഴേക്ക് തണുപ്പിച്ചു കഴിഞ്ഞാൽ സാന്ദ്രത കുറയുന്നു. സാന്ദ്രത കുറയുമ്പോൾ ഓളിയം എന്ത് ചെയ്യും? ഓളിയം കൂടും അല്ലെ? സാന്ദ്രത കുറയുമ്പോൾ വ്യാപ്തം അല്ലെങ്കിൽ ഓളിയം എന്ത് ചെയ്യുന്നു? വ്യാപ്തം കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്ന കുപ്പിയിൽ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഐസ് പൊട്ടിയിട്ട് ആ കുപ്പി അങ്ങനെ പൊട്ടിപ്പോകാനുള്ള കാരണം അതാണ്. ഓളിയം കൂടുന്നതാണ് കാരണം.
ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ബയോളജിയിലാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ, കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. 1-2 ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ചെറിയൊരു സംശയങ്ങൾ ഉണ്ടാക്കുള്ളൂ. ബാക്കി എല്ലാം തന്നെ നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ കറണ്ട് അഫെയർ പോലത്തെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ബയോളജിയുടെ ഭാഗത്ത് ചോദിച്ചിരുന്നു. അത് നിങ്ങൾ അല്ലാതെ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയുടെ ചോദ്യങ്ങൾ. ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.